ഈ കേരളത്തിൽ ഏതെങ്കിലും കാലത്ത് ഇത്തരം ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ഇല്ലാത്തൊരു പ്രശ്നം ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്ത് ചർച്ചയാണ് വേണ്ടത്? എന്താ രാമേന്ദ്ര പ്രശ്നം? അവിടെ സ്റ്റാഫുണ്ടോ, ശമ്പളമുണ്ടോ, കാറുണ്ടോ, വീടുണ്ടോ, അതൊന്നും ബാധകമല്ല. LDF ആയി പോകണം. അങ്ങനെ പോകുമ്പോൾ എല്ലാ സ്ഥാനങ്ങളും ഒറ്റ പാർട്ടി മാത്രം എന്ന അവസ്ഥയ്ക്ക് മാറ്റം വന്നേ തീരൂ. ഈ പ്രതിപക്ഷ ഉപനേതാവ് കാര്യത്തില് അത് കഴിഞ്ഞു എന്നാണ് താങ്കൾ അന്ന് പിണറായി വാർത്താ സമ്മേളനം നടത്തിയ സമയത്ത് അതൊക്കെ കഴിഞ്ഞതാണ് എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞു. അതേ കഴിഞ്ഞല്ലോ. ഇപ്പോൾ ഞാൻ അവിടെ തന്നെയാണ് നിൽക്കുന്നത്. കഴിഞ്ഞതാണ്. അതൊരു പ്രശ്നമായിട്ട് നിൽക്കുന്നത്. അതിനാൽ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം അത് CPIക്ക് ലഭിച്ചേ തീരുമെന്ന് CPI പറയുന്നത് LDFനെ ദുർബലമാക്കാൻ വേണ്ടിയല്ല, ശക്തമാക്കാൻ വേണ്ടിയാണ്. എന്ത് വിട്ടുവീഴ്ചയാണ്? നാര വിട്ടുവീഴ്ച ഇതിന് വേണ്ടത്? ഈ കേരളത്തിൽ ഏതെങ്കിലും കാലത്ത് ഇത്തരം ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ഇല്ലാത്തൊരു പ്രശ്നം ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്ത് ചർച്ചയാണ് വേണ്ടത്? LDF ആയി പോകണമെങ്കിൽ അത്തരത്തിലുള്ള പങ്കുവയ്പ്പുകളും തീരുമാനങ്ങളും ഉണ്ടായേ തീരുമെന്ന് CPI വ്യക്തമാക്കട്ടെ. എനിക്ക് കേൾക്കണ്ട ഈ പുളിച്ച പൈങ്കിളി വർത്തമാനം. അത് വീണ്ടും പറയുന്നു, വലുപ്പത്തിന്റെ പേരുകൊണ്ടല്ല, വലിയ വലുപ്പമല്ല എന്ന് CPIക്ക് അറിയാം. മുഖ്യമന്ത്രി പട്ടം വേണ്ടെന്ന് വെച്ച പാർട്ടിക്ക് എന്ത് വലുപ്പം? അത് കാണുമല്ലോ, അത് ചർച്ച ചെയ്യുമല്ലോ. ഞാനും ബിനോയ് കാണുമില്ലേ? അത് വേറെ കാര്യം. അതിന് വേറെ പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾ കാണുന്നതിനൊന്നും വേറെ പ്രശ്നമൊന്നും വരില്ല. പക്ഷെ LDFന്റെ അകത്ത് ആ ബോധം വേണം. അത് ഇടതുപക്ഷമാണ്, അത് മുന്നണിയാകണം എന്ന് വരുമ്പോൾ എല്ലാ സ്ഥാനമാനങ്ങളും എല്ലാ പദവികളും പങ്കുവെച്ചുകൊണ്ട് പോയ തീരുമെന്ന് CPI വ്യക്തമാക്കിയിട്ടുണ്ട്. അകത്തും പുറത്തുമെല്ലാം എന്ത് കാര്യങ്ങൾ എപ്പോൾ പറയണമെന്ന്, എങ്ങനെ വേണം പറയാനെന്ന് നല്ല ബോധം CPIക്കുണ്ട്. ആ പാഠം അച്യുതമേനോനും PKDയും എമ്മിനും എല്ലാം പഠിപ്പിച്ച പാഠമാണ്.